തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 വരെയാണ് നടക്കുക. 470 പഞ്ചായത്തുകളിലായി 9027 വാർഡുകളാണ് ഉള്ളത്. 47 മുനിസിപ്പാലിറ്റികളും 3 കോർപ്പറേഷനുകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 7 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 38,994 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കണ്ണൂർ ചേരിക്കൽ വാർഡിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിരവധി നേതാക്കളടക്കം വോട്ട് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, അങ്ങനെ മുഖ്യമന്ത്രിയും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കണ്ണൂരിലെ ചേരിക്കലിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF നല്ല ആത്മവിശ്വാസത്തിലാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. LDF തികഞ്ഞ നല്ല ആത്മവിശ്വാസത്തിലാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൂടാതെ ചരിത്ര വിജയം നേടാൻ LDFന് കഴിയും എന്നതാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും കണ്ണൂരിലെ ചേരിക്കലിലാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്താനായി രാവിലെ എത്തുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. PK കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ടായിരുന്നു. MK മുനീർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എന്തായാലും വലിയ ഒരു തിരക്ക് രാവിലെ ആദ്യ മണിക്കൂറുകളെല്ലാം തന്നെ പ്രകടമായിരുന്നു. CPM നേതാവ് P. ജയരാജനടക്കം വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വടക്കൻ ജില്ലകൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ജനവധി തേടുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ചേരിക്കലിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന ഒരു വാർത്ത. മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വലിയ ഒരു ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. LDF ചരിത്ര വിജയം നേടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം. LDFനെ ജയിക്കാനായി അല്ലെങ്കിൽ മികച്ച ആത്മവിശ്വാസത്തിലാണ് LDF എന്നാണ് പറയേണ്ടത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ ഈ രാവിലെ ആദ്യ മണിക്കൂറുകളിൽ നീണ്ട ക്യൂ എല്ലാം തന്നെ പല ബൂത്തുകളിലും പ്രകടമാണെന്നതാണ് പറയേണ്ട ഒരു കാര്യം. അതിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. മുന്നണികളും സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലാണെന്നതാണ് പറയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂർ ചേരിക്കലിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ്, കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ചരിത്ര വിജയം LDF നേടുമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്.